ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ കാസറോളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കാസറോൾസൊക്കെ ഉപയോഗിക്കാറ്. എടുത്ത് വെക്കുന്ന കാസറോൾസൊക്കെ ആണെങ്കിൽ. ഇനി അങ്ങനെ അല്ലാണ്ട് കൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേറെ ഭക്ഷണമൊക്കെ എത്ര കഴുകി കഴിഞ്ഞാലും നമ്മൾ വേറെ ഭക്ഷണം നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും ട്ടോ. എത്ര നമ്മൾ കഴുകി കഴിഞ്ഞാലും അത് നമ്മൾ കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്താലും. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ ന്യൂസ് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു കാസറോളിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്ത് എടുത്ത് വെക്കുവാണെങ്കിൽ പിന്നീട് നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു സ്മെല്ലും അതിനകത്തൊന്നും വരില്ല. നമ്മൾ ഉപയോഗിച്ച ഫുഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഓട്സ് പാക്കറ്റ് ആണ് കേട്ടോ ഇത്. റീഫിൽ പാക്കറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ബോട്ടിലിൽ റീഫിൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓട്സ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഇത് ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഞാൻ എൻ്റെ ബോട്ടിലുള്ള ഓട്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി ഇത് റീഫിൽ ചെയ്യുള്ളൂ ഞാൻ ആ ബോട്ടിലിനകത്തോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ വണ്ടും കാര്യങ്ങളൊന്നും കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ ഒന്ന് ഫോയിൽ പേപ്പർ കുറച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ആ ഒരു കവറിനകത്തോട്ടേക്ക് നിങ്ങൾ ഇട്ട് വെക്കുക. അപ്പോൾ എടുത്ത് വെക്കുന്ന ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് വണ്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് നിങ്ങൾ എടുത്താലും വണ്ടും കാര്യങ്ങളൊന്നും കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഫോയിൽ പേപ്പർ അതിനകത്തോട്ടേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. അതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് അതിൽ കാറ്റൊന്നും കയറാണ്ട് നല്ല ക്രിസ്പി ആയി തന്നെ ഓട്സൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഓട്സൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്ലിപ്പ് നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ഓട്സ് കേടൊന്നും കൂടാണ്ട് വണ്ടൊന്നും കയറാണ്ട് കാറ്റൊന്നും കയറാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു തുണി ക്ലിപ്പ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് അതിനകത്തോട്ടേക്ക് വണ്ടും കാര്യങ്ങളൊന്നും കയറി കൂടാണ്ട് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ഭക്ഷണ പദാർത്ഥം ഇരുന്നോളും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചാൽ തന്നെ വേഗത്തിൽ തന്നെ അതിൻ്റെ വെളിഭാഗമൊക്കെ ചുരുങ്ങി അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. നിങ്ങൾ ചെറുനാരങ്ങ വാങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്തോട്ടേക്ക് നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്ത് വെക്കുവാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ചെറുനാരങ്ങ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല. വെളിയിൽ വെച്ചാൽ കൂടെ നമുക്ക് പേപ്പറിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നൂലൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഉപയോഗം കഴിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നൂല് ഉപയോഗിക്കുന്ന ആ ഒരു എഡ്ജ് ഭാഗം നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു എഡ്ജ് ഭാഗം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പൊട്ടാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് പൊട്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു നൂൽക്കണ്ടിൻ്റെ എഡ്ജിലേക്ക് ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം പ്രായമാർക്കാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ആ ഒരു നൂലിൻ്റെ ആ എഡ്ജ് ഭാഗം ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഈ ഒരു പൊട്ടൊക്കെ മാർക്കറ്റിൽ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രായമായവർക്കാണെങ്കിലും കണ്ണിന് കാഴ്ചക്കുറവുള്ളവരാണെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ ഇതുപോലെ കുഞ്ഞു ബൗളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ നമ്മൾ ബാലൻസ് ആയി കഴിഞ്ഞാൽ എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നീട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഭക്ഷണ പദാർത്ഥം ബാക്കിയാവുന്ന ഭക്ഷണ പദാർത്ഥം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഇതുപോലെ ദോശപ്പാന എടുത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഭക്ഷണ പദാർത്ഥം ചൂടായി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് ആ ഒരു പാത്രം കൂടി കഴുകാൻ വേണ്ടി ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുമൂലം തന്നെ നമുക്ക് സമയവും ലാഭമാണ്. ഒരുപാട് പാത്രം കഴുകാനാവുകയില്ല. നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ഫുഡ് കുറച്ചുള്ള ഒരു ഫുഡ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ ഇതുപോലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ ഒരുമാതിരി ബാഡ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് അതിന് കാരണം നമ്മൾ ഈ ഷൂ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും. ആ ഷൂവിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഫോയിൽ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിയുപ്പ് നമുക്ക് ആ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് റബ്ബർ ബാൻഡും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഫോയിൽ പേപ്പറിലായിട്ട് പൊടിയുപ്പ് ഇട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ആ ഒരു ഉപ്പ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ തുളകളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു അംശം നമുക്ക് കുറച്ചെങ്കിലും പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചൊന്ന് തുളയിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഷൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് രാത്രി സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്ത സ്മെല്ല് കാലിൽ നിന്ന് വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചിരാത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിയുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പ് ഇതുപോലെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു പൊടിയുപ്പും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കർപ്പൂരം ഞാൻ കത്തിച്ച് നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പിൻ്റെ ആ ഒരു ഇടയിലേക്കായിട്ട് ഞാനൊന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ, അതായത് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ ഒരു കർപ്പൂരം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലൊന്ന് കത്തിച്ച് കൊടുക്കുവാണെങ്കിൽ 100% നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതിൽ നിന്ന് വരുന്ന ആ ഒരു പുക കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും അതുപോലെ തന്നെ പാറ്റേനൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് നല്ലതാണ്. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ആ ഒരു പുകയിൽ നിന്ന് വരുന്നത്. നമുക്ക് ആ ഒരു കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുറേ നേരത്തേക്ക് നമുക്ക് ആ ഒരു മഞ്ഞളും ഉപ്പും കൂടെ കലർന്ന ഒരു പുക നമുക്ക് വരും. ആ ഒരു പുകയിൽ നിന്ന് കൊണ്ടാണ് നമുക്ക് വീട്ടിലുള്ള ആ ശല്യക്കാരായ കൊതുകും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ നമുക്ക് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു കർപ്പൂരം കത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അരമണിക്കൂർ സമയത്തേക്ക് അതിൽ നിന്ന് നമുക്ക് പുക ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞ ടാബ്ലറ്റ് കവറാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ഉപയോഗമുണ്ട്. നമുക്കത് എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. എത്ര കണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഈ ഒരു ബർണറിൻ്റെ ചുറ്റുപാടും നമ്മൾ എത്ര കണ്ട് കഴുകി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു കറയും കാര്യങ്ങളും നമുക്ക് നീക്കിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകിയ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഒഴിഞ്ഞ ടാബ്ലറ്റ് കേസൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. ഇതുപോലുള്ള ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ ഈസി ആയിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം ഈ ഒരു എഡ്ജ് ഭാഗവും കാര്യങ്ങളൊക്കെ ഇതുപോലൊന്ന് നിങ്ങൾ സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കറയും കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ
ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ക്ലീനായിട്ട് നമ്മുടെ ബർണറും കാര്യങ്ങളും ബർണർ സ്റ്റാൻഡൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാസം തോറും ഒരുപാട് ഗ്യാസ് തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ അറിയാണ്ട് കൊണ്ട് ചെയ്തു പോകുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരുപാട് ഗ്യാസൊക്കെ വേസ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനായിട്ട് നമ്മളെപ്പോഴും നമ്മൾ ഈ ഒരു ബർണർ സ്റ്റാൻഡും ബർണറും ഒക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാസം തോറും ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ടാബ്ലറ്റ് കേസ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ടാബ്ലറ്റ് കേസ് കൊണ്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യാത്ത ഭാഗവും അതുപോലെ ക്ലീൻ ചെയ്ത ഭാഗവും നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഭാഗം നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടാബ്ലറ്റ് കേസ് കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ ബർണർ സ്റ്റാൻഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. വെറും നമ്മൾ ഒഴിഞ്ഞ ആ ഒരു ടാബ്ലറ്റ് കേസ് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.